ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? നോമ്പൊക്കെ പറഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് കിടക്കുകയാണ്. ഞാൻ ഇന്നൊരു അടിപൊളി എഗ്ഗ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 3 സവാള തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളിയും തൊലിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് എടുക്കാനല്ല, ഞാൻ അങ്ങനെ കുറച്ച് അങ്ങനെ പേസ്റ്റാക്കി വെക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമാകുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തൊലിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്നിങ്ങനെ കൈ വെച്ചൊന്ന് ഞെരടി കൊടുത്താൽ ഉള്ളിയൊക്കെ ഇങ്ങനെ വേറിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളകാണ്. അപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ പിന്നെ 2 3 എരിവിന് ആവശ്യമായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഈ ക്യാപ്സിക്കൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ അത് മസാലക്കൂട്ടിലൊന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ മസാലയ്ക്കുള്ള സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മസാല റെഡി ആയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ മല്ലിയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കനും കട്ട് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പിന്നെ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം എന്നാണ് പറയുന്നത്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ എന്താ ഓയിലൊക്കെ ഇതാവുമ്പോൾ ഒരു ടേസ്റ്റ് കുറവേക്കാനും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വരും. അപ്പോൾ പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിത് മൂടി വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണിന് ഒരു 1/4 ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ കുരുമുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ നമ്മളിതിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഉപ്പ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവുണ്ടാവില്ല. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു 2 സ്പൂൺ വെള്ളം ഇതിൽ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ മസാല വേവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പാല് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറിയ ഒന്ന് ആറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചെയ്യണത്. അപ്പോൾ ഞാൻ എടുത്ത ആ പാത്രത്തിൽ തന്നെ ഒരു പാത്രം മൈദയും അതിലൊരു പാത്രം പാലും കൂടെയാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിലേക്കും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കുരുമുളക്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കോഴിമുട്ട ഇട്ട് കൊടുക്കണം. കോഴിമുട്ട നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ മസാല അപ്പോഴേക്കും വെള്ളമൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ മല്ലിച്ചപ്പ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ബാറ്ററിക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു കോഴിമുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് സ്പൂൺ വെച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. മിക്സീൻ്റെ അവിടെയിവിടെയൊക്കെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതാ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോഴേക്കും നമ്മളെ പിന്നെ ഫില്ലിങ് ഞാൻ അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ 3 കോഴിമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടാറിയതിൻ്റെ ശേഷം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മുട്ട കൊണ്ട് 4 എണ്ണം ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ആ പാൻ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. മസാല ഉണ്ടാക്കിയിട്ടുള്ള പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലിതാ 1 സ്പൂൺ ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിലിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് കേട്ടോ, ഫില്ലിങ് വെളിച്ചെണ്ണയിലും. അപ്പോൾ അതാ ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിൽ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും.
അടി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. പിന്നെ ഞാൻ മറ്റേ സ്റ്റൗവിൽ പിന്നെ നമ്മളിത് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാനും കൂടെ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒഴിച്ച് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് ഈ ഫില്ലിങ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോഴേ ഇതിൻ്റെ എല്ലായിടത്തും കട്ട് ചെയ്ത് വരുമ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാവുള്ളൂ. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് മൊത്തത്തിൽ ഇതിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എഗ്ഗ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നോമ്പൊക്കെ കഴിയാനായല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നോമ്പിന് മാത്രമൊന്നുമല്ല, നമുക്ക് വൈകുന്നേരം ചായക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കട്ടോ. അപ്പോൾ ഇതുപോലെ എഗ്ഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കട്ടോ. പകുതി മുക്കാലും ഇതിൻ്റെ അടിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ. ഒന്ന് കവർ ചെയ്യേണ്ട രൂപത്തിലായാൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് ഫുള്ള് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ക്യാപ്സിക്കനൊക്കെ ഇതിൻ്റെ മേലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. പിന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റേ പാനിലേക്ക് അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വേവാൻ വെക്കട്ടോ. അപ്പോൾ നമ്മളെ എഗ്ഗ് പോളൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി വേറൊരു പാനിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് അതൊന്ന് മറിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ബാങ്ക് കൊടുക്കാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ കണ്ടോ, ഇത് എടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് ഞങ്ങൾക്ക് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പാക്ക് സമൂസ എന്തായാലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2-3 സമൂസയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് എന്തായാലും വയറ് നിറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു. അസ്സലാമു അലൈക്കും.